ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ ജനുവരിയിൽ 2 പ്രധാന ചിത്രങ്ങളാണ് റിലീസിന് പ്ലാൻ ചെയ്തിരുന്നത്. ഒന്ന് CI ഡൊമിനിക് എന്ന് വെച്ചാൽ നമ്മുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം. അത് ജനുവരി 23 ഇറങ്ങും. തൊട്ടടുത്ത ആഴ്ച തന്നെ ജനുവരി 30 തുടരും. മോഹൻലാലിൻ്റെ ഏറെ പ്രതീക്ഷയുള്ള സിനിമയായ തുടരും റിലീസിനെത്തും. അങ്ങനെ ജനുവരിയിൽ ആര് തൂക്കുമെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. തുടരൂ എന്ന സിനിമ തൂക്കാനായിരുന്നു സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനുവരി 30 മോഹൻലാൽ തുടരില്ല എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ തുടരും റിലീസ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ വർക്കുകൾ ഇനിയും തീർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ കണ്ടതാണ് ആശീർവാദ് സിനിമാസ് മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും ഇനി 2025 റിലീസാകാൻ പോകുന്ന എല്ലാ സിനിമകളുടെ ഒരു കലണ്ടർ പോലെ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇറക്കുകയുണ്ടായി നേരത്തെ തന്നെ. അതിൽ ആദ്യത്തെ സിനിമ തന്നെ റിലീസ് മാറ്റുകയാണ്. ഇത് എന്തോന്നാണിത് എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം റിലീസ് പറഞ്ഞ സിനിമ തന്നെ ആശീർവാദിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റം വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ വാക്കിനുള്ള ക്വാളിറ്റിയും വിലയും ബാക്കിയുള്ളവർ എന്തായിരിക്കും ചിന്തിച്ചെടുക്കേണ്ടത്. ജനുവരി 30 റിലീസാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്ന ചിത്രം ഇപ്പം കേൾക്കുന്ന അനുസരിച്ച് ഫെബ്രുവരിയിലായിരിക്കും റിലീസ് ആവാൻ സാധ്യത. ഫെബ്രുവരി 14-ാം തീയതി നമ്മുടെ ബസൂക്ക വരുന്നുണ്ട്. അപ്പം അതിനിടയിൽ കൊണ്ടിറക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഫെബ്രുവരി അവസാനത്തിലോട്ട് മാറ്റേണ്ടി വരും. തുടരുമെന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ജനുവരി 30 റിലീസ് ആയില്ലെങ്കിൽ ആവില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. എന്ന് വെച്ചാൽ അതിൻ്റെ കുറേ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് ആവാനുണ്ട് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇതുവരെ അവർക്ക് അറിഞ്ഞൂടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ഈ റിലീസ് ആവുമെന്നുള്ള രീതിയിൽ അവർ പ്രഖ്യാപിച്ചിട്ട് തന്നെ ഏകദേശം 1 മാസത്തിൽ കൂടുതലായി, 1.5 മാസത്തിൽ കൂടുതലായി. അവർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇറക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ആശീർവാദ് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവർക്ക് ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സംശയമാണ്. കാരണം ജനുവരി 30 ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡൊമിനിക്കും ബസൂക്കയുടെ ഇടയെ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം ഇത്രയും ദിവസം ഇതേപോലെ ക്ലാഷ് വെച്ചൊക്കെ റിലീസ് ചെയ്ത് പണ്ടത്തൊക്കെ മോഹൻലാലിൻ്റെ സിനിമകൾ 100-150 കോടി രൂപ നേടുന്ന ഒരു സാഹചര്യത്തിൽ ക്ലാഷൊക്കെ വെച്ച് ഹിറ്റ് അടിച്ചിട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് അടിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന മോഹൻലാലിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇതുപോലൊരു ക്ലാഷ് റിലീസ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1-2 ഗ്യാപ്പിൽ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് സംശയം കാണും ആശീർവാദ് സിനിമാസിന്. അതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ജനുവരി 30 എന്ന് പറഞ്ഞ റിലീസ് ഡേറ്റ് മാറ്റാനുള്ളൊരു പ്ലാൻ വന്നത്. അത് ചിലപ്പം അത് ഇതിപ്പം കിട്ടുന്ന വിവരങ്ങളനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അവർ ഈ ഇങ്ങനെയുള്ള ഓരോ വീഡിയോകളും അല്ലെങ്കിൽ ഇതേപോലെ ട്രോൾ വീഡിയോസും ജനുവരി 30 റിലീസ് മാറ്റി എന്നുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവർ വാശിപ്പുറത്ത് ചിലപ്പം അത് റിലീസ് ചെയ്യിപ്പിക്കുമായിരിക്കും. പക്ഷേ ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇല്ല, തുടരുമെന്ന് പറഞ്ഞ സിനിമ ജനുവരി 30 ഇറങ്ങില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഡൊമിനിക്ക് തന്നെ 23-ാം തീയതി ഇറങ്ങി 30-ാം തീയതി തുടരും, അടുത്ത ആഴ്ചയും തുടരും, 14-ാം തീയതി ബസൂക്കയും ഇറങ്ങും. അങ്ങനെ 2-3 ആഴ്ച 1 മാസത്തിനടുപ്പിച്ച് മമ്മൂട്ടി പടങ്ങളായിരിക്കും തിയേറ്റർ ഭരിക്കാൻ പോകുന്നത്. ഫെബ്രുവരി അവസാന വാരത്തോടു കൂടി മാത്രമേ തുടരും റിലീസാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഫെബ്രുവരി 14 മുമ്പ് 7-ാം തീയതിയോ എല്ലാം റിലീസ് ചെയ്യേണ്ടി വരും. അതും റിസ്ക് ആണ്. കാരണം 7 ദിവസം കൊണ്ട് കളക്ഷൻ കിട്ടിക്കഴിഞ്ഞ് 7-ാമത്തെ ദിവസം ബസൂക്ക ഇറങ്ങും. ബസൂക്ക നല്ല പടമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തുടരും എന്ന് പറയുന്നത് ഒരു എബോ ആവറേജ് ആണെങ്കിൽ പോലും കളക്ഷൻ താഴോട്ട് പോകും. കാരണം ബസൂക്ക അത്രയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പേടി ആശീർവാദ് സിനിമാസിന് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരം ഒരു 4-5 വർഷമായിട്ട് അടുപ്പിച്ച് കൈപ്പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ആശീർവാദ് സിനിമാസ്. എന്നാൽ നേരത്തെയൊക്കെ നല്ല രീതിയിലുള്ള എന്ന് വെച്ചാൽ മലയാളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് നോച്ച് കമ്പനികളിൽ, ഫിലിം പ്രൊഡക്ഷൻ കമ്പനികളിൽ ഏറ്റവും ടോപ്പ് നോച്ചിലായിട്ട് നിന്ന നമ്മുടെ ആശീർവാദ് സിനിമാസിന് ഇപ്പം കുറേ നാളുകളായിട്ട് കൈ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭയം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ റിലീസ് മാറ്റുകയെന്നാണ് പൊതുവേ ഉള്ള പറച്ചിൽ. ഇനി ജനുവരി 30 അഥവാ റിലീസ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, 23 ഒരാഴ്ച ഗ്യാപ്പിലായിരിക്കും. ഡൊമിനിക്ക് കഴിഞ്ഞിട്ടല്ലേ ഇറക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നം തുടരുമെന്ന് ബാധിക്കാനില്ല. പക്ഷേ 2 ആഴ്ച ആകുമ്പോൾ ബസ് കയറും. പക്ഷേ 2 ആഴ്ചത്തെ കളക്ഷൻ കിട്ടും. സത്യം പറഞ്ഞാൽ ജനുവരി 30 എന്ന് പറയുന്ന ഡേറ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ തുടരുമെന്ന സിനിമയ്ക്ക് അനുയോജ്യമായ ഡേറ്റ്. ഇല്ലെങ്കിൽ പിന്നെ ഫെബ്രുവരി അവസാനത്തിലോട്ട് പോകും. പിന്നെ മാർച്ചിലൊക്കെ പിന്നെ മോഹൻലാലിൻ്റെ തന്നെ എമ്പുരാൻ വരാനുണ്ട്. അങ്ങനെ ഒരിക്കലും അത് വലിയൊരു റിലീസ് ഡേറ്റുകൾ തമ്മിൽ തന്നെ ഒരു ചേരാത്ത രീതിയിലാകും. കാരണം ഫെബ്രുവരി അവസാനമായി ചിലപ്പോൾ മാർച്ച് 1-ാം തീയതി വല്ലതും നടക്കണമെങ്കിൽ മാർച്ച് 23-ാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ എമ്പുരാൻ റിലീസ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ക്ലാഷുകൾ വരും. അത് സ്വന്തം പടങ്ങൾ തന്നെ ക്ലാഷുകൾ വരും. പിന്നെ എമ്പുരാൻ റിലീസ് മാറ്റേണ്ടി വരും. പിന്നെ അവരെ കലണ്ടർ തന്നെ അങ്ങ് മാറ്റേണ്ടി വരും ആശീർവാദ് സിനിമാസിൻ്റെ. അതുകൊണ്ട് ജനുവരി 30 തന്നെ ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സിനിമ റിലീസ് മാറ്റുന്നതിനെ കുറിച്ച്? എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ കമ്പനി, പ്രൊഡക്ഷൻ കമ്പനി പേടിച്ചാണോ, മമ്മൂട്ടി കമ്പനിയെ പേടിച്ചാണോ ആശീർവാദ് സിനിമാസ് പിൻവാങ്ങിയത്? അതോ യഥാർത്ഥത്തിൽ തന്നെ അവരുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചിലപ്പം കംപ്ലീറ്റ് ആവാൻ സമയം, വലിയ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുള്ള സിനിമയാവാനുള്ള സാധ്യത കുറവാണ്. ഇതൊരു റിവഞ്ച് ത്രില്ലർ സിനിമയാണ്, ഒരു ജേണലിൽ പെടുന്ന സിനിമയാണ്. പക്ഷെ അതിനകത്ത് വലിയൊരു ബഡ്ജറ്റിൽ വരുന്ന സിനിമയാവാനുള്ള സാധ്യത വളരെ കുറവാണ് തുടരുമെന്ന് പറയുന്ന സിനിമ. എന്നിട്ട് എന്താണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം. ഓക്കെ.